ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ 2023 ഡിസംബർ 26 കമ്മീഷൻ ചെയ്തു. ഇതിൻ്റെ പേര് INS ഇംഫാൽ എന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ 2023 ഡിസംബർ 26 കമ്മീഷൻ ചെയ്തു. ഇതിൻ്റെ പേര് INS ഇംഫാൽ എന്നാണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം 2023 യാഥാർത്ഥ്യമാകും. ഇതിൻ്റെ പേരാണ് മൈത്രി 2 എന്നാണ്. അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം 2029 യാഥാർത്ഥ്യമാകുന്നു. ഇതിൻ്റെ പേര് മൈത്രി 2 എന്നാണ്. മലയാളി ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസൺ അടുത്തിടെ സ്വന്തമാക്കിയ നേട്ടം എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസൺ അടുത്തിടെ സ്വന്തമാക്കിയ നേട്ടം എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി. യുക്രൈൻ ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്മസ് ആഘോഷത്തിന് 2023 മാറ്റം സംഭവിച്ചു. എങ്ങനെ? ജനുവരി 7 ആഘോഷിച്ചിരുന്ന ക്രിസ്മസ് ഡിസംബർ 25 ആഘോഷിച്ചു. ഉക്രൈൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിസ്മസ് ആഘോഷത്തിന് 2023 മാറ്റം സംഭവിച്ചു. എന്താണ് ആ മാറ്റം? അത് ജനുവരി 7 ആഘോഷിച്ചിരുന്ന ക്രിസ്മസ് ഡിസംബർ 25 ആഘോഷിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലെ IPL ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതയാണ് അടുത്തിടെ നടന്ന താരലേലം നിയന്ത്രിച്ചത്. പേര് മല്ലിക സാഗർ എന്നാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിൻ്റെ IPL ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതയാണ് അടുത്തിടെ താരലേലം നിയന്ത്രിച്ചത്. പേര് മല്ലിക സാഗർ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാൻ പ്രമോദ് അഗർവാൾ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാൻ പ്രമോദ് അഗർവാൾ. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയത് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി. അപ്പോൾ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയതാണ് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിയും സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡിയുമാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗരിയ. 16 ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ. ഏത് രാജ്യവുമായി ചേർന്ന ഇന്ത്യ നടത്തിയ സംയുക്ത സൈനികാഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ എന്നറിയപ്പെടുന്നത്? UAEയുടെയാണ്. UAE. അടുത്തത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായതാണ് രവീന്ദ്രകുമാർ ത്യാഗി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് രവീന്ദ്രകുമാർ ത്യാഗി. രാജ്യത്തെ പെൺകുട്ടികൾക്കായുള്ള ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? വൃന്ദാവൻ മധുര UPയിലാണ്. വൃന്ദാവൻ മധുര UP. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ബഹിരാകാശ മേഖലയിൽ നേട്ടം കൈവരിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയ്ക്ക് അടുത്തിടെ ഐസ്ലാൻഡിൻ്റെ ഹൂസ്വിക് മ്യൂസിയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചു. പേര് ലീഫ് എറിക്സൺ ലൂണാർ എന്നാണ്. ലീഫ് എറിക്സൺ ലൂണാർ. ചെന്നൈയിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2022 നേടിയതാണ് കുരീപ്പുഴ ശ്രീകുമാർ. ചെന്നൈ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കുരീപ്പുഴ ശ്രീകുമാർ. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര സാഹിത്യ അവാർഡുകളിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം നേടിയത് മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. ഇതെല്ലാം ഡോക്ടർ B ഇക്ബാലിൻ്റെതാണ്. ഡോക്ടർ B ഇക്ബാൽ. മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. അടുത്തിടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നേടിയ മേൽക്കൈ എന്താണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനത്തിനുള്ള സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന ബിൽ പാർലമെൻറ്റ് ഇരുസഭകളും അംഗീകരിച്ചു എന്നുള്ളതാണ്. അടുത്തത് രാജ്യത്തെ ആദ്യ AI സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം? ലക്നൗ. UP ലക്നൗ. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് നീന സിംഗ് ആണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF ആദ്യ വനിതാ മേധാവിയാണ് നീന സിംഗ്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതിയാണ്. റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. പാർലമെൻറ്റ് മന്ദിരത്തിൽ സുരക്ഷാ ചുമതലയുള്ള 2023 ഡിസംബർ ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത കേന്ദ്ര സുരക്ഷാ സേനയാണ് CISF.
മലയാള കവയത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. സുഗതവനം എന്ന പേരിൽ നടത്തുന്നത് പശ്ചിമ ബംഗാൾ. മുൻ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയിയുടെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമയുടെ പേരാണ് മേം അടൽ ഹൂം എന്നുള്ളതാണ്. മുൻ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയിയുടെ ജീവിതം ആധാരമാക്കിയ സിനിമ മേം അടൽ ഹൂം. 2023 ഇറ്റലിയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ബോളിവുഡ് നടൻ കബീർ ബേദി. 2023 ഇറ്റലിയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ബോളിവുഡ് നടനാണ് കബീർ ബേദി.